റോഷിപാലുണ്ട്. റോഷിപാൽ ഓരോ നേതാക്കളായിട്ട് എത്തിച്ചേരുകയാണ്. അവരുടെയൊക്കെ പ്രതികരണങ്ങളും ഉണ്ട്. കരുതലോടുകൂടിയുള്ള പ്രതികരണമാണ്. ആരും ആരുടെയും പേര് തുറന്നു പറയുന്നില്ല. പക്ഷേ കരുതിക്കുട്ടി ഇരിപ്പുണ്ട്. അവരുടെ പേരൊക്കെ ഇനി വരും സമയങ്ങളിൽ പറയും. ഇപ്പോൾ PC വിശ്വനാഥ് കൂടി ഇന്ദിരാഭവനിലേക്ക് എത്തിച്ചേരുകയാണ്. PC വിശ്വനാഥ് ഇന്ദിരാഭവനിലേക്ക് വരുന്നു. ഇപ്പോൾ റോഷി ഓരോരോ നേതാക്കളായിട്ട് എത്തിച്ചേരുകയാണ്. രമേശ് ചെന്നിത്തലയും എത്തിക്കഴിഞ്ഞു. VD സതീശൻ എത്തിക്കഴിഞ്ഞു. വിവാൻതായിൽ നിന്ന് നിരീക്ഷകർ പുറപ്പെട്ടു കഴിഞ്ഞു. അവരും അല്പസമയത്തിനുള്ളിൽ ഇന്ദിരാഭവനിലേക്ക് എത്തും. ഇന്ന് ഉച്ചയോടുകൂടി ഈ CLP മീറ്റിംഗ് തീരുമോ? അങ്ങനെയാണോ തീരുമാനം? അരുൺകുമാർ, 63 MLA-മാരുണ്ട്. 63 MLA-മാരെയും പ്രത്യേകം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉച്ചയോടെ യോഗം പൂർത്തിയാകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല, ഇന്ന് പൂർത്തിയാക്കി ഈ നിരീക്ഷകന്മാർക്ക് ദില്ലിയിലേക്ക് തിരിച്ചു പോവുകയും വേണം. ഇടയിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമുണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരു 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ യോഗം പൂർത്തിയാകും. MLA-മാരുടെ അഭിപ്രായം ആരാഞ്ഞത് പൂർത്തിയാക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലാണ്. കൂടുതൽ സമയമെടുക്കാൻ സാധ്യത കുറവാണ്. ആരാകണം CLP ലീഡർ എന്ന കാര്യത്തിലുള്ള ഒരു ഉത്തരം മാത്രമാണ് നിരീക്ഷകരായ അജയ് മാക്കനും മുഗൾ വാസ്നിക്കിനും ലഭിക്കേണ്ടതുള്ളൂ. മറ്റൊന്നും ചർച്ചയില്ല. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളെയൊക്കെ ഈ CLP യോഗത്തിന് മുമ്പ് തന്നെ അവരുമായുള്ള കൂടിക്കാഴ്ച പൂർത്തിയാക്കിയതിൻ്റെ കാരണം അതാണ്. കെ സുധാകരൻ കത്തെഴുതി നൽകി. മറ്റുള്ളവർ നേരിട്ട് പറഞ്ഞപ്പോൾ കെ സുധാകരൻ കത്തെഴുതി നൽകുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ഓരോ MLA-മാരായി സനീഷ് ജോസഫ് ആണിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇന്ദിരാഭവനിലേക്ക് എത്തുന്നത്. ഏതാണ്ട് ഭൂരിഭാഗം MLA-മാരും ഇപ്പോൾ ഇന്ദിരാഭവനിൽ എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ടവർ അത് VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കം നേരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും വളരെ നേരത്തെ തന്നെ KPCC ആസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാണ്. ഇനിയിപ്പോൾ വരാനുള്ളത് നിരീക്ഷകരാണ്. അല്പസമയത്തിനകം തന്നെ നിരീക്ഷകർ എത്തിച്ചേരും. അപ്പോൾ നിരീക്ഷകർ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ യോഗത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ഏതായാലും നിരീക്ഷകരെ കാത്തിരിക്കുകയാണ്. ഇവിടെ KPCC ഭാരവാഹികൾ അടക്കം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവിടെ ഈ വാർ റൂമിൻ്റെ ചുമതലയുണ്ടായിരുന്ന KPCC-യുടെ ഭാരവാഹിയുണ്ട്, PM നിയാസ് ഉണ്ട്, ഒപ്പം സനീഷ് ജോസഫ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം വർക്കിംഗ് പ്രസിഡന്റ് PC വിശ്വനാഥ് കാത്തിരിക്കുന്നു. ഇവിടെ എല്ലാവരെയും വിളിച്ച് സ്വീകരിക്കേണ്ട ചുമതലയുള്ള ആൾ കൂടിയാണ്. കാരണം വർക്കിംഗ് പ്രസിഡന്റാണ് PC വിശ്വനാഥിനെ കാണാം. അവർക്കൊപ്പം പ്രധാനപ്പെട്ട ഭാരവാഹികളുണ്ട്. അങ്ങനെ ഓരോ MLA-മാരായി കടന്നു വരികയാണ്. കാരണം അത്രയും വലിയൊരു വിജയം നേടി അതിൻ്റെ ഒരു ആവേശം ഈ ഇന്ദിരാഭവൻ്റെ പുറത്ത് പ്രവർത്തകരിൽ കാണാം. ഇപ്പോൾ വരുന്നത് CR മഹേഷാണ്. കരുനാഗപ്പള്ളി MLA കൂടിയായ CR മഹേഷ് ഇങ്ങോട്ടേക്ക് വരികയാണ്. ഇതിന് അകത്ത് ഈ കോമ്പൗണ്ടിനകത്ത് MLA-മാർ പ്രതികരിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഹൈക്കമാൻഡിൻ്റേതുണ്ട്. അതുകൊണ്ടാണ് ഗേറ്റിന് പുറത്ത് പ്രതികരണങ്ങൾ വരുന്നത്. ഏതാണ്ട്